വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. 10th +2 എക്സാം കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയല്ലേ. കുറഞ്ഞ കാലയളവിൽ ഈ ചെറുപ്രായത്തിൽ പെർ ആനം ലക്ഷങ്ങൾ ഏൺ ചെയ്യാൻ പറ്റിയാലോ? വെറുതെ അല്ല, ഒരുപാട് അവസരങ്ങൾ. ഓയിൽ ആൻഡ് ഗ്യാസ്, ഇന്റീരിയർ ഡിസൈനിങ്, സൈബർ സെക്യൂരിറ്റി, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ. ഇതിലേറ്റവും ബൂമിങ്ങിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി. 2011 നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റായി എഞ്ചിനീയേഴ്സിന് മാത്രമായി ഒരു അക്കാഡമി പ്രവർത്തനം ആരംഭിച്ചു. ഇന്നിപ്പോൾ 10th +2 ഡിഗ്രി, ഡിപ്ലോമ, ITI, BTech കഴിഞ്ഞവർക്ക് നിരവധി ജോലി സാധ്യതകളുമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികളെ ട്രെയിൻ ചെയ്ത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് ജോലി നേടാൻ സഹായിച്ച ഇന്ത്യസ് നമ്പർ 1 ട്രസ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രാൻഡ് ബ്ലിറ്റ്സ് അക്കാഡമി ഫൗണ്ടർ ഫസൽ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും അധികം തൊഴിലവസരങ്ങളുള്ളതും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കോഴ്സാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏറ്റവും അധികം ജോലി സാധ്യതകളുള്ളതും ജോലി ലഭിക്കുന്നതുമായ ഒരു ഫീൽഡാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത്. അത് കുട്ടികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ആൾക്കാരും ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി താല്പര്യത്തോടുകൂടി വരുമ്പോൾ നമുക്ക് അത് 3 കാര്യങ്ങളാണ് ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, എവിടെ ജോലി കിട്ടുന്നു. അപ്പം രണ്ടാമത്തെ കാര്യം, എന്ത് ജോലി കിട്ടുന്നു. മൂന്നാമത്തെ കാര്യം, എങ്ങനെ ജോലി കിട്ടുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഏതൊരു കോഴ്സും അല്ലെങ്കിൽ ഏതൊരു തൊഴിൽ മേഖലയിലോട്ടുള്ള ട്രെയിനിങ്ങും നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ കോഴ്സുകളും അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമുകളും ജോലി സാധ്യതയുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളാണ്. എല്ലാ പ്രോഗ്രാംസും തൊഴിൽ സാധ്യതകളുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, എവിടെ ജോലി കിട്ടുന്നു, എന്ത് ജോലി കിട്ടുന്നു, എങ്ങനെയാണ് ജോലി കിട്ടുന്നത്, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയർ സക്സസ് ആവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ബ്ലിറ്റ്സ് അക്കാഡമിയുടെ കരിയർ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. എവിടെ ജോലി കിട്ടുന്നു എന്ന് വെച്ചാൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ, റിഫൈനറീസ്, പെട്രോ കെമിക്കൽസ്, ഓഫ് ഷോർ, ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 10th +2 ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് റിഫൈനറി പ്രോജക്റ്റുകളിൽ അല്ലെങ്കിൽ പവർ പ്ലാന്റ് പ്രോജക്റ്റുകൾ, ഷിപ്പ് ബിൽഡിങ്സ്, ഓഫ് ഷോർ പ്ലാറ്റ്ഫോംസ്, അല്ലെങ്കിൽ ഓയിൽ റിഗ്സ്, അങ്ങനെയുള്ള മേഖലകളിലെ ഇൻസ്പെക്ഷൻ ഏരിയകളിലേക്കും അതുപോലെ തന്നെ NDT ഇൻസ്പെക്ഷൻ ഏരിയകളിലേക്കും BTech ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എഞ്ചിനീയർ സൂപ്പർവൈസർ നിലയിലേക്കും ജോലി കിട്ടുന്ന ഒരു വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് ജോലിയാണ് ഓയിൽ ആൻഡ് ഗ്യാസിൽ കിട്ടുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ 10th +2 ഡിഗ്രി, എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും പെട്ടെന്നൊരു ജോലി കിട്ടാൻ 1 മാസത്തെ ട്രെയിനിങ് ഉണ്ട്, 3 മാസത്തെ ട്രെയിനിങ് ഉണ്ട്, 6 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. NDT ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു ജോബിലേക്കായിരിക്കും നമ്മളിവിടുത്തെ ട്രെയിനിങ്സുകൾ പോകുന്നത്. പോളിടെക്നിക്ക് 3 വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരും 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരും അവർ ഈ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് എഞ്ചിനീയർ സൂപ്പർവൈസർ ജോബാണ്. എവിടെയാണ് എഞ്ചിനീയർ സൂപ്പർവൈസർ ജോബ്? മെക്കാനിക്കൽ കൺസ്ട്രക്ഷനിൽ, റിഫൈനറീസ് ആവാം, അതിനകത്ത് റിഫൈനറീസിൽ വരുന്ന ബോയിലേഴ്സ് ആവാം, പ്രഷർ വെസലാവാം, ടാങ്ക് ആവാം, സ്ട്രക്ചർ ആവാം, പൈപ്പിംഗ് ആവാം, പൈപ്പ് ലൈൻസ് ആവാം. അതേപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഷിപ്പ് ബിൽഡിങ്സിൽ വരാം, പവർ പ്ലാന്റ് കൺസ്ട്രക്ഷനും. പ്യൂർലി മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാണ് ഇതെല്ലാം കവർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ളിടത്ത് എഞ്ചിനീയർ സൂപ്പർവൈസറായിട്ടാണ് നമുക്കൊരു ജോബിലേക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് ജോലി കിട്ടുമെന്നുള്ളതിനും ഒരു ആൻസറായി. ഇനി മൂന്നാമത്തെ, ഓയിൽ ആൻഡ് ഗ്യാസ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജോലി കിട്ടും അല്ലേ? നമുക്ക് ആർക്കും ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ BTech മെക്കാനിക്കൽ അല്ലെങ്കിൽ 3 വർഷത്തെ പോളിടെക്നിക് കഴിഞ്ഞ ഒരാളായിക്കോട്ടെ, അവർക്കാർക്കും എല്ലാവരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ കൂടുതലും മെഷീൻ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ മെഷീൻ ഡിസൈനിങ് അങ്ങനെയുള്ള ജോബുകൾ, അല്ലെങ്കിൽ ഹെവി എക്യുപ്മെൻറ്റ്സ്, മെഷീൻസ്, അങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ജോലി കിട്ടും അല്ലേ? എങ്ങനെ ജോലി കിട്ടും വെച്ചാൽ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ, ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രോഗ്രാമുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഡസ്ട്രിക്കകത്ത് ഒരു എംപ്ലോയി ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാനായിട്ട് ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള രീതികളിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർക്കും അവർക്ക് വ്യത്യസ്തമായ എഞ്ചിനീയർ സൂപ്പർവൈസർ ജോബാണെങ്കിൽ ആ എഞ്ചിനീയർ സൂപ്പർവൈസർ ജോബിൽ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക്, പ്രൊജക്റ്റിലേക്ക്, പൈപ്പിങ്ങിൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിൽ ആ ഒരു പൈപ്പിങ്ങിൻ്റെ പ്രൊജക്റ്റിലേക്ക് എന്തെല്ലാം വേണം, അതുപോലെ ബോയിലർ മാനുഫാക്ചറിങ് ആണെങ്കിൽ അങ്ങനെ എന്തെല്ലാം വേണം, പ്രഷർ വെസൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ എന്തെല്ലാം വേണം, അതുപോലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എന്തെല്ലാം വേണം, ഇനി അതർ മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിനകത്ത് എന്തെല്ലാം വേണം, സ്റ്റാൻഡേർഡ്സ്, കോഡ്സ്, ഡ്രോയിങ്സ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിലേക്ക് വേണ്ട പല നോളജുകളും നമ്മൾ ട്രെയിൻ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവർക്ക് എന്താണ് ഒരു കോഴ്സ് പഠിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾക്കാർക്ക് ജോലി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു ഇൻ്റർവ്യൂവിന് എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് പറ്റുന്നില്ല പലർക്കും അല്ലേ? എന്തുകൊണ്ടാണ്? കമ്മ്യൂണിക്കേഷൻ വളരെ നമുക്ക് വീക്കാവാം, അല്ലെങ്കിൽ എന്താണ് ഒരു ഭീതി ഉണ്ടാവും ഉള്ളിൽ, അല്ലെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പല ആൾക്കാർക്ക് പേടിയാണ്. നിങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് പഠിക്കാൻ ബ്ലിറ്റ്സ് അക്കാഡമിയിലേക്ക് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ 100% നമ്മൾ ഗ്യാരണ്ടി തരാം, നിങ്ങൾ കൃത്യമായിട്ടും
ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ തന്നെയായിരിക്കും ജോലി ചെയ്യുന്നതും. ഇപ്പോൾ നമുക്ക് അബുദാബിയിൽ ആണെങ്കിലും ഓയിൽ റിഗിലാണെങ്കിലും 450-ലധികം കുട്ടികൾ നമ്മുടെ ട്രെയിൻ ചെയ്ത് നമുക്ക് അതിലേക്ക് ജോബിലെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ജോബ് എന്ന് പറയുന്ന ഒരു സ്വപ്നം നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്ത് തരാനായിട്ട് ബ്ലിറ്റ്സ് അക്കാഡമിക്ക് സാധിക്കും. Blitz Academy, right choice for bright future.